ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമുക്ക് എമ്പുരാന്റെ അപ്ഡേറ്റ് ആണ്. ഇനി അധികം ക്യാരക്ടേഴ്സ് റിവീൽ ആവാനില്ല. ഇന്ന് 6ാമതായിട്ട് വന്ന ആൻഡ്രിയ ട്രിവേർഡർ. നമ്മൾ അധികം പോപ്പുലറായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കേട്ട ഒരു ഹോളിവുഡ് ആക്ട്രസ് ഒന്നുമല്ല. പക്ഷേ ആൾ വിചാരിക്കുന്ന അത്ര ചില്ലറ പരിപാടി ചെയ്ത ആളുമല്ല. Hi everyone, this is Andrea Debra and I play Michelle Menuhin in Lucifer 2 Emperor. I work as an SAS operative, working for the MI6 and going after Qureshi Abraham. My mission turns personal and the quest turns larger than life in the sense that the stakes are really, really high. It's been so exciting to be on set for this. And I'm so grateful to our director, Prithviraj Sukumaran. His determination, leadership skills, and ability to communicate his vision at all times really inspired me and gave me a lot of confidence. Especially because the set in India is probably the largest set I've ever been on. And it was both exhilarating and, I have to admit, nerve-wracking at times. It's just the proportion, the dimension of it all. And then last but not least, I am so grateful and so proud that I got to work with the legendary Mr. Mohan Babu. So I hope to catch you all in the cinemas on March 27th, 2025. Bye for now. ആൻഡ്രിയ ട്രിവേർഡർ ആക്ച്വലി ഒരു ബ്രിട്ടീഷ് ആക്ട്രസ് ആണ്. റോമൻ ബോൺ ആയിട്ടുള്ള ബ്രിട്ടീഷ് ആക്ട്രസ് ആണ്. 2-3 സിനിമകൾ നല്ല ഉണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ 2-3 ഗംഭീര മൂവീസ് ഉണ്ട് അവർ ചെയ്തിട്ടുണ്ട്. അതായത് റേഞ്ച് ഓഫ് സ്റ്റാർസും, ലൂമിന, സേഫ് ഇൻസൈഡ് ഒക്കെ നല്ല അടിപൊളി മൂവിയാണ്. സോ ഹോളിവുഡിൽ അത്യാവശ്യം പോപ്പുലർ ആക്ട്രസ് തന്നെയാണ്. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് നമ്മൾ അത്ര സുപരിചിത എല്ലാന്നുള്ളൂ. അപ്പം ആ ആക്ട്രസ് നമ്മൾ ഓൾറെഡി ട്രെയിലറിൽ കണ്ടാണ്. ആ പട്ടാളക്കാരായിട്ടുള്ള വേഷം ചെയ്താണ് നമ്മൾ ട്രെയിലർ കണ്ടാണ്. സർപ്രൈസിങ് ക്യാരക്ടർ അല്ല. പക്ഷെ 6ാമതായിട്ട് അവരുടെ പോസ്റ്റർ റിവീൽ ചെയ്തു. 5ാമതായിട്ട് നമുക്കറിയാം പ്രിയദർശിനി രാംദാസ്, മഞ്ജു വാര്യർ ചെയ്ത ക്യാരക്ടർ. സോ അതിന് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. പക്ഷേ ഇപ്പം എനിക്കുള്ള സംശയം, എനിക്ക് സംസാരിക്കാനുള്ളത് എന്തിനു പറ്റിച്ചാൽ ഇനി 4 ക്യാരക്ടേഴ്സ്, അതിൽ 3 പേരെ നമുക്കറിയാം. ഇബ്രാഹിം ഖുറേഷി, സയ്യിദ് മസൂദും, ജതിൻ രാംദാസും. ആ 3 പേരാണ് ഇനിയുള്ളത്. എന്നാൽ 4ാമതുള്ള ഒരാൾ, അവിടെയാണ് എൻ്റെ എക്സൈറ്റ്മെന്റും എൻ്റെ ഒരു ഇത് നിൽക്കുന്നത്. കാരണം ആ ഒരു ആക്ടർ നമ്മൾ ഞെട്ടിക്കാൻ പോകുന്ന ആ ആക്ടർ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോഴും എനിക്ക് മതിയാവാത്ത പോലെ. കാരണം ജെറോം ഫ്ലിൻ എന്ന് പറഞ്ഞ ആക്ടർ ഓൾറെഡി റിവീൽഡായി. അതും ഒരു ഗംഭീര ആക്ടറാണ്. അദ്ദേഹം വെൽ റെനൗണ്ട് ആയ ഒരു ആക്ടറാണ്. സോ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു 8ാമത് 7ാമതായിട്ട് റിവീൽ ചെയ്തു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആക്ടർ, പക്ഷെ ഇനി ഞാൻ പറഞ്ഞ ഈ 4 പേരിൽ ഒരാൾ, 3 പേരെ നമുക്കറിയാം. ഇനിയുള്ള 4ാമതൊരാൾ, അത് മേ ബി എനിക്ക് തോന്നുന്നു റിവീൽ ആവും മേ ബി സെക്കൻഡ് ആയിട്ട്. ഇബ്രാഹിം ഖുറേഷിക്ക് തൊട്ട് മുമ്പായിട്ടേക്ക് മേ ബി റിവീൽ ആവാൻ പോകുന്നത്. മേ ബി നെക്സ്റ്റ് നാളെ മോർണിംഗ് വരാൻ പോകുന്നത് ടോവിനോണ്ടായിരിക്കാം. സയ്യിദ് മസൂദ് 3rd ആയിരിക്കാം. സെക്കൻഡ് സർപ്രൈസ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആക്ടറാണ് അത്. കാരണം പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, മേ ബി അദ്ദേഹം ഈ ജെറോം ഫ്ലിന്നിനെ കാട്ടി ഒക്കെ നമുക്ക് സുപരിചിതനായ ഒരു ഗംഭീര വേൾഡ് വൈഡ് ആക്ടർ ആയിരിക്കാം, ഒരു ഗംഭീര ഇന്റർനാഷണൽ ആക്ടർ ആയിരിക്കാം. അത് മാത്രമല്ല ഈ സിനിമയിൽ നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ഗംഭീരമായി വളരെ പ്രാധാന്യമുള്ള ഇബ്രാഹിം ഖുറേഷി കഴിഞ്ഞാൽ പ്രാധാന്യത്തിൽ വരുന്ന ഒരു ക്യാരക്ടർ കൂടി ആവാം. കാരണം എനിക്കൊന്നും അല്ലാതെ ഒരു വലിയ ഫേമസ് ആക്ടർ വരുന്നു എന്നുള്ളത് കാരണം മാത്രമല്ല, ആ ക്യാരക്ടർക്ക് നമ്മുടെ ഈ സിനിമയിൽ ഭയങ്കര പ്രാധാന്യത്തിൽ റോൾ ഉണ്ടാവും. സോ അതായിരിക്കും നമ്മളൊരു സർപ്രൈസ് എലമെന്റ് ആയിട്ട്, ഒരു സർപ്രൈസിങ് ക്യാരക്ടറായിട്ട് മേ ബി നമുക്ക് മുമ്പിലേക്ക് വന്ന ആ പോസ്റ്റർ, തിരിഞ്ഞു നിൽക്കുന്ന ആളെ പോസ്റ്റർ മേ ബി അദ്ദേഹമാവാം. അതാണ് ഇനി സത്യം പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് 4ാമതായിട്ട് പ്രതീക്ഷിക്കുന്നത് ജതിൻ രാംദാസിനാണ്. 3ാമതായിട്ട് ഈ സയ്യിദ് മസൂദ് ആവാം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കഥയിൽ നിന്നും, ആ റിവീൽ ചെയ്യാൻ പോകുന്ന ആക്ടർ എത്ര ഫേമസ് ആക്ടർ ആണെന്നും ഉള്ളതാണ്. മേ ബി എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് നമ്മൾ തമിഴിലെ ആക്ടർ അവിടെ, തമിഴിലൊരു ഗംഭീര ആക്ടർ ഈ സിനിമയിലുണ്ട്. അദ്ദേഹമാണോ ഇനി മേ ബി ആ തിരിഞ്ഞു നിൽക്കുന്ന ആളെ നമ്മൾ മേ ബി തിയേറ്ററിൽ മാത്രം പോയി കാണാമെന്നാണോ, അല്ലെങ്കിൽ മേ ബി ജസ്റ്റ് 1 day ബിഫോർ റിലീസ് റിവീൽ ചെയ്യാൻ പോകുന്നതൊക്കെ ആവാം. കാരണം ഇപ്പം പറഞ്ഞത് 36 ക്യാരക്ടർ ഇൻ ദ മൂവി മാത്രമാണ്. അല്ലാതെ ഈ മൂവിയിൽ ഇത്ര ക്യാരക്ടേഴ്സ് ഉള്ളൂ എന്നൊന്നും പൃഥ്വിരാജ് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം പൃഥ്വിരാജിന്റെ അങ്ങനത്തെ കുറെ കമന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ മൂവി എമ്പുരാനിലുള്ള 36 ക്യാരക്ടേഴ്സ്, അല്ലാതെ എമ്പുരാനിൽ പ്രാധാന്യത്തിലുള്ള എത്ര ക്യാരക്ടറേ ഉള്ളൂ എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞില്ല. സോ മേ ബി ഇനിയും ഇതല്ലാതെ പല റിവീലിംഗും ഉണ്ടാവാം. മേ ബി നമ്മൾ തിയേറ്ററിൽ നിന്ന്
അറിയാൻ പോകുന്ന സർപ്രൈസുകൾ അതും ഉണ്ടാവാം. സോ പക്ഷെ എന്തായാലും ഈ ഒരു 4 പേരിൽ ഒരാൾ നമ്മൾ ഞെട്ടിക്കാൻ പോകുന്ന ഒരാളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ആ ക്യാരക്ടറിനായിട്ടാണ് ഞാനിനി വെയിറ്റ് ചെയ്യുന്നത്. മേ ബി നെക്സ്റ്റ് 4ാമതായിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത് ടോവിനോ ആയിരിക്കാം. അതെനിക്ക് ഏകദേശം അങ്ങനെ തന്നെ തോന്നുന്നത്. പിന്നെ ബാക്കിയുള്ള 3 പേർ 2 പേരെ നമുക്കറിയാം. ഒരാളെ നമ്മൾ ഏറ്റവും അറിയില്ല, നമ്മൾ കാണണം, നമുക്ക് കണ്ട്. ഇപ്പോൾ ആ ക്യാരക്ടറിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, ആരാണെന്ന് നോക്കാം. അത് റിവീൽ ചെയ്ത ഉടനെ നമുക്ക് വീഡിയോ ചെയ്യാം. അടുത്തുള്ള വീണ്ടും കാണാം. ബൈ.